അപ്പൊ ദുബായിൽ വന്നിട്ട് 2 വർഷത്തിന് ശേഷം പോകുന്ന ആദ്യത്തെ യാത്രയല്ലേ? കാര്യമായിട്ട് എന്തോ മേടിച്ചിട്ടുണ്ടല്ലോ. അതവിടെ വെക്കേ, ഇവിടെ വന്നിരിക്കേ. അതൊക്കെ ശരി തന്നെ ഏട്ടാ, പക്ഷെ കയ്യില് കാശും വേണ്ടേ? അതെന്താ കാശില്ല എന്ന് പറയണേ? ഈ മാസത്തെ സാലറിയും 2 മാസത്തെ ലീവ് സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെന്താ പ്രശ്നം? ലീവ് സാലറി ഞങ്ങൾക്ക് ലീവ് സാലറി ഒന്നും ഇല്ല ഏട്ടാ. അതെന്താ അങ്ങനെ? ദുബായ് ലേബർ നിയമം അനുസരിച്ച് എല്ലാ തൊഴിലാളികൾക്കും എല്ലാ വർഷവും 1 മാസത്തെ ലീവ് സാലറി കൊടുക്കുന്നുണ്ട്. അത് ലീവിന് പോകുന്നതിന് മുമ്പ്, അല്ലാണ്ട് പോയി വന്നിട്ടല്ല. അത് ഇവിടുത്തെ നിയമമാണേ. നിയമമൊക്കെ ഉണ്ടാവാം, പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ ആർക്കും കൊടുക്കാറില്ലെന്ന് ഈ ലീവ് സാലറി. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കിട്ടാനുള്ള ലീവ് സാലറി നമുക്ക് തന്നെ കിട്ടും. അതിനല്ലേ ഇവിടെ ഈ നിയമവും ലേബർ കോടതിയൊക്കെ ഉള്ളത്. കോടതി ഇപ്പൊ വക്കീലിന് കൊടുക്കാം ഫീസ്. നടക്കണ കാര്യം എന്തുണ്ടെങ്കിൽ പറയട്ടാ. ഹേ, ഇവിടെ ലേബർ കോടതിയിൽ പോവാന് വക്കീലും വേണ്ട, ഫീസും വേണ്ട. അതറിയില്ല അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം. ഏകദേശം 13 വർഷമായിട്ട് ലീവ് സാലറി കിട്ടാതിരുന്ന ഒരാളെ ആ കമ്പനി പിരിച്ചു വിട്ടു. ഇദ്ദേഹം നേരെ ലേബർ കോടതിയിൽ പോയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുത്തു. കോടതി ഇദ്ദേഹത്തിന്റെ 13 വർഷത്തെ ലീവ് സാലറി മേടിച്ചു കൊടുത്തു. ഏകദേശം ഒരു 59,000 ദിറം പുള്ളിക്ക് കിട്ടി കാണും. കൊള്ളാലോ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതെല്ലാം നിയമപരമായി മേടിച്ചു കൊടുക്കാനാണ് ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. സാലറി, ലീവ് സാലറി, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ലേബർ സംബന്ധമായ പരാതികളെല്ലാം കൊടുക്കേണ്ടത് തഹ്സീൽ സെന്ററുകളിലാണ്. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ സംബന്ധമായ പരാതികൾ കൊടുക്കാനുള്ളതാണ് ആമർ സെന്റർ. AMER, ആമർ സെന്റർ. ദുബായിൽ ഇതുപോലുള്ള നിയമപരമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം.